ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല ജെല്ലി പോലെയുള്ള പുഡിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ വാനില എസൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ലെയർ കൊക്കോ പൗഡർ ചേർത്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ലെയറാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കപ്പ് പാൽ ചേർക്കാം. ഇതിലേക്ക് ഇനി കോൺഫ്ലോർ ചേർക്കാം. 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതും തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. തീരെ കട്ട കെട്ടാതെ നോക്കണം. ഇത് കുറച്ചായി തിളച്ച് വരുന്നുണ്ട്. ഇനിയും നമുക്കിത് ഇളക്കിയെടുക്കണം. കുറച്ചുകൂടി കുറുകുന്ന ഒരു പരുവമാണ്. നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറാണ്. ഇത് കൊക്കോ പൗഡറെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഒരു പാനിലേക്ക് 3 കപ്പ് പാലൊഴിക്കാം. ഇതിലേക്ക് ഇനി 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. തുടർച്ചയായിട്ട് ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. തീരെ കട്ട കെട്ടാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരം എത്ര വേണമെന്നനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കണം. ഇതിലും തീരെ കട്ടയില്ലാതെ നോക്കണം. തുടർച്ചയായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കുറുകുന്ന പാകമാവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യണം.
ഇനി ഇത് 1 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെക്കണം. ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചാൽ മതി. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. പുഡിംഗ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ജെല്ലി പോലെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ മൾട്ടി ലെയർ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത്ര സോഫ്റ്റ് ജെല്ലി ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.